അയാൾ ലച്ചുവിനെ താങ്ങിയെടുത്ത് ആ റൂമിലേക്ക് കൊണ്ടുപോയി കിടത്തി. അന്നാദ്യമായി ആയിരുന്നു അയാൾ ആ മുറിയിൽ പ്രവേശിക്കുന്നത്. അല്ലെങ്കിൽ ആഹാരവും വെള്ളവും പുറത്തു കൊണ്ട് വെക്കാറാണ് പതിവ്. അയാൾ അവിടെ കിടന്നൊരു കട്ടിൽ കിടത്തി അവിടമാകെ വെള്ളത്തിനായി പരതി. പക്ഷെ അവിടെ എങ്ങും ഉണ്ടായിരുന്നില്ല. വെള്ളമെടുക്കാനായി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ആ മുറിയുടെ ചുവരിൽ വെച്ചിരിക്കുന്ന ഫോട്ടോ കണ്ണിൽ ഉടക്കിയത്. ലച്ചുവിൻ്റെ പിന്നിൽ നിന്നും അവളെ ചുറ്റിപ്പിടിച്ച് കഴുത്തിൽ മുഖം ചേർത്ത് ചിരിയോടെ നിൽക്കുന്ന ശിവനും അവൻ്റെ കവിളിൽ കൈ ചേർത്തൊരു ചിരിയോടെ ഇരിക്കുന്ന ലച്ചുവിൻ്റെ ഫോട്ടോ ആയിരുന്നു. അല്പനേരം അയാൾ അതിലേക്ക് നോക്കി നിന്നു. ശേഷം നിറഞ്ഞു വന്ന കണ്ണുകൾ മെല്ലെ തുടച്ചുകൊണ്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് അയാൾ ലേഖയുടെ കാര്യം ഓർത്തത്. അയാൾ വേഗം ആ റൂമിലേക്ക് ചെന്നു. ചേറിൽ ഒടിഞ്ഞു തൂങ്ങിയ കഴുത്തുമായി കണ്ണുകൾ പുറത്തേക്കുന്തിയിരിക്കുന്ന ലേഖയെ കണ്ട് അയാൾക്ക് ഭയം തോന്നിയെങ്കിലും അടുത്ത നിമിഷം ലച്ചുവിനെ ഓർത്തയാൾ അവരുടെ അടുത്തേക്ക് ഓടി. ശേഷം അവിടെ കിടന്നൊരു തോർത്തെടുത്ത് അവരുടെ മുറിഞ്ഞ കഴുത്തിനെ ചുറ്റി മുറുക്കി കെട്ടി. അവരുടെ കയ്യിൽ കെട്ടിയിരുന്ന കെട്ടഴിച്ച് അവരുടെ ജലം നിലത്തേക്കിട്ടു. ശേഷം എന്തോ ഓർത്ത പോലെ പുറത്തേക്ക് പോയി തിരികെ വരുമ്പോൾ കയ്യിൽ വലിയൊരു ചാക്കുണ്ടായിരുന്നു. അയാൾ ആ ചാക്ക് നിവർത്തി ലേഖയുടെ ശരീരം ഒത്തിരി പരിശ്രമത്തിനൊടുവിൽ അതിനുള്ളിലാക്കി. ശേഷം അതിൻ്റെ ഭാഗം മറ്റൊരു കയറുകൊണ്ട് മുറുക്കെ കെട്ടി വലിച്ചഴിച്ചു കൊണ്ടുവന്ന് മുറ്റത്ത് കിടന്ന ഓട്ടോയിലെ ഡിക്കിയിലേക്ക് പണിപ്പെട്ട് എടുത്തിട്ടു. തിരികെ വന്ന് മെയിൻ ഡോറ് വലിച്ചു നീക്കിയടച്ച ശേഷം ഓട്ടോയും എടുത്തു പോയി. അവിടമാകെ വനപ്രദേശമായതുകൊണ്ട് അധികം ആരും ഉണ്ടായിരുന്നില്ല. അയാൾ ആ കെട്ടിടത്തിൽ നിന്നും 5 കിലോമീറ്റർ ഉള്ളിലായുള്ള വനപ്രദേശത്ത് വണ്ടി നിർത്തി ചാക്കെടുത്ത് നിലത്തേക്കിട്ട് വലിച്ചഴിച്ചുകൊണ്ട് ഉള്ളിലേക്ക് നടന്നു. പോകും വഴി ചുറ്റും അയാൾ കണ്ടുകൊണ്ട് വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ ചാക്ക് ആരും ശ്രദ്ധിക്കാത്ത ഒരിടത്തായി ഉപേക്ഷിച്ച് അയാൾ തിരിഞ്ഞു നടന്നു. സഞ്ജു, ശിവനിപ്പോ? മുറ്റത്തെ സ്റ്റോൺ ബെഞ്ചിൽ ഇരിക്കുവായിരുന്ന സഞ്ജുവിൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് വക്കീൽ ചോദിച്ചു. പേടിക്കാനൊന്നുമില്ല, നൗ ഹീസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഒരു ചിരിയോടെ അവൻ മറുപടി നൽകി. രണ്ടാളും ആശ്വാസത്തോടെ പരസ്പരം നോക്കി. ആ നിമിഷം ഇരുവരിലും നിറഞ്ഞു നിന്നത് ലച്ചുവും ശിവനും തമ്മിലുള്ള കണ്ടുമുട്ടലായിരുന്നു. എപ്പോൾ കൊണ്ടുപോകാനാവും? കാശി പെട്ടെന്ന് ചോദിച്ചു. നാളെ തന്നെ കൊണ്ടുപോക്കോളൂ, മറുപടി പറഞ്ഞെങ്കിലും സഞ്ജുവിൻ്റെ മനസ്സ് അസ്വസ്ഥയായിരുന്നു. ഇരുവരും സന്തോഷത്തോടെ സഞ്ജുവിൻ്റെ മുഖത്തേക്ക് നോക്കി. എന്തുപറ്റി സഞ്ജു? അവൻ്റെ മുഖം കണ്ട് സംശയത്തോടെ വക്കീൽ ചോദിച്ചു. ഏയ് ഒന്നുമില്ലടോ, ഞാൻ ശിവനെ പറ്റി ആലോചിച്ചതാ. ഇനി ഇതുപോലൊരു ഷോക്ക് അവൻ ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കണം കേട്ടോ. എന്തുണ്ടെങ്കിലും ഏതു പാതിരാത്രിയിലും നിങ്ങൾക്കെന്നെ വിളിക്കാം. ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അയാൾ എഴുന്നേറ്റ് അകത്തേക്ക് പോയി. ഇവനെന്തു പറ്റി? കാശി വക്കീലിനെ നോക്കി ചോദിച്ചു. ശിവനെ പിരിയാനുള്ള വിഷമം കൊണ്ടാവും, വക്കീൽ കാശിയും കൂട്ടി അകത്തേക്ക് നടക്കുന്നതിനിടയിൽ പറഞ്ഞു. സർ, അസിസ്റ്റന്റ് കമ്മീഷണർ സത്യദേവിനടുത്തേക്ക് ചെന്നുകൊണ്ട് കോൺസ്റ്റബിൾ ജയചന്ദ്രൻ വിളിച്ചു. എന്താടോ? നെറ്റിയൊഴിഞ്ഞുകൊണ്ട് ദേവ അയാൾക്ക് നേരെ തിരിഞ്ഞു. സർ, ദേവമംഗലത്തിനടുത്തായി ഉൾപ്രദേശത്തു നിന്നും ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ടെന്ന് ശേഖർ വിളിച്ചിരുന്നു. ഒപ്പം ജിതേഷിൻ്റെ ഒരു ടീം അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്, അയാൾ ഭവ്യതയോടെ പറഞ്ഞു. അയാളൊന്ന് മൂളിക്കൊണ്ട് വീണ്ടും നെറ്റിയിൽ കൈവച്ചൊഴിഞ്ഞുകൊണ്ട് വണ്ടിയുടെ ബോണറ്റിൽ ചാരി നിന്നു. ജയനൊന്ന് സല്യൂട്ട് ചെയ്ത ശേഷം തിരിഞ്ഞു നടന്നു. നാരായണേട്ടൻ തിരിച്ചെത്തുമ്പോൾ ഉച്ച മയങ്ങിയിരുന്നു. അയാളെ കെട്ടിടത്തിലെത്തി അടുത്തുള്ള അരുവിയിൽ നിന്നും കുളിച്ചു വണ്ടിയും കഴുകി ലച്ചുവിൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോഴേക്കും അവൾ ഉണർന്നിരുന്നു. മോളെ, അവളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പതിയെ വിളിച്ചു. കട്ടിലിൻ്റെ ഒരു വശത്ത് മുട്ടിൽ മുഖം ചേർത്തിരിക്കുവായിരുന്നു ലച്ചു. തല ഉയർത്തി അയാളെ നോക്കി. മോള് വാ, ഇനി ഇവിടെ നിൽക്കണ്ട, ഇപ്പോഴെങ്കിലും ഞാൻ പറയുന്നത് കേൾക്ക്. അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അയാൾ പറയവേ ആദ്യം വിസമ്മതിച്ചെങ്കിലും അടുത്ത നിമിഷം അവൾ കട്ടിൽ നിന്നെണീറ്റ് അയാളുടെ ഒപ്പം നടന്നു. അവളുടെ ബാഗും സാധനങ്ങളും ഒക്കെ എടുത്ത് അവളെ ഓട്ടോയിൽ കയറ്റിയിരുത്തി. അയാൾ ഓട്ടോയിൽ കരുതിയിരുന്ന പെട്രോൾ കെട്ടിടത്തിന് ചുറ്റും വീശിയൊഴിച്ച ശേഷം വണ്ടിയിൽ കയറി മുന്നോട്ട് ഓടിച്ചു പോയി. പോകും വഴി പെട്രോൾ നിലത്തുകൂടി ഇറ്റിച്ചുകൊണ്ടായിരുന്നു പോയത്. കുറേ ദൂരെ എത്തിയ അയാൾ കയ്യിലിരുന്ന ലാബ് കത്തിച്ച് അതിലേക്കിട്ട് വീണ്ടും മാക്സിമം സ്പീഡ് മുന്നോട്ട് വണ്ടി ഓടിച്ചു. അപ്പോഴൊരു വലിയൊരു ശബ്ദത്തോടെ കെട്ടിടം പൊട്ടിത്തെറിച്ചിരുന്നു. അയാൾ ഒന്ന് നെടുവേർപ്പെട്ടുകൊണ്ട് വണ്ടി ചന്ദ്രബിംബം ലക്ഷ്യമാക്കി ഓടിച്ചു പോയി. ലച്ചു അപ്പോഴും മറ്റേതോ ലോകത്തായിരുന്നു. ശിവനെ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ട കാര്യങ്ങളൊക്കെ സഞ്ജു ചെയ്തിരുന്നു. എല്ലാം അവനോട് പറയുമ്പോൾ മൗനമായിരുന്നു കൊണ്ട് അവനെല്ലാം കേട്ടിരുന്നു. എങ്കിലും ലച്ചുവിനെ കുറിച്ചൊന്നും അവനോട് പറഞ്ഞിരുന്നില്ല. അതിയായ സന്തോഷത്തോടെ റൂമിലിരുന്ന് തൻ്റെ ബാഗ് പാക്ക് ചെയ്യുമായിരുന്നു ശിവൻ. അപ്പോഴാണ് കാശി അവൻ്റെ അടുത്തേക്ക് ചെന്നത്. അളിയോ? ഒരു ചിരിയോടെ വിളിച്ചുകൊണ്ട് കാശി അവൻ്റെ അടുത്തേക്ക് ചെന്നതും അവൻ സംശയത്തോടെ നെറ്റി ചുളിച്ച് അവനെ ഒന്ന് നോക്കി. അളിയനോ? ശിവൻ സംശയത്തോടെ ചോദിച്ചു. പിന്നല്ലാതെ, എൻ്റെ പെങ്ങളുടെ കെട്ടിയാണ് ഞാൻ, പിന്നെ അളിയനല്ലാതെ വേറെന്ത് വിളിക്കാനോടോ?
ഒരു കൂസലുമില്ലാതെ കാശി ചോദിക്കവേ ശിവൻ കണ്ണെ വിഴിച്ച് നോക്കിപ്പോയി. എന്ത് നോക്കുന്നേ, വേഗം എല്ലായിടത്ത് വെക്ക്, നാളെ നമുക്ക് പോവണ്ടേ, ലച്ചു അവിടെ കാത്തിരിക്കുമായിരിക്കും. അത്രയും പറഞ്ഞുകൊണ്ടവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ലച്ചു. കാശി പോയ വഴിയെ നോക്കി ശിവന്റെ നാവുകൾ ചലിച്ചു. അടുത്ത നിമിഷം അവൻ പാക്കിങ്ങിൽ ശ്രദ്ധ തിരിച്ചു. ലച്ചുവിനെയും കൊണ്ട് നാരായണേട്ടൻ ചന്ദ്രബിംബത്തിലെത്തുമ്പോൾ രാത്രിയായിരുന്നു. മുറ്റത്തൊരു വണ്ടി വന്നതറിഞ്ഞു മലോഷിയും കല്ലുവും പുറത്തേക്ക് വന്നു. വണ്ടിയിൽ നിന്നിറങ്ങി നാരായണേട്ടൻ ലച്ചുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് വന്നു. ആഹാ, നീ വന്നു, എത്ര നാളായി പെണ്ണെ, നിന്നെ ഒന്ന് കണ്ടിട്ട്. കല്ലു അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ ലച്ചുവിൽ നിന്ന് യാതൊരു പ്രതികരണവും ഇല്ലാത്തതിനാൽ അവൾ ലച്ചുവിൽ നിന്നും വിട്ടുമാറി അവളെ നോക്കിയതും ലച്ചു അവരെ നോക്കാതെ അകത്തേക്ക് കയറിപ്പോയി. എന്തു പറ്റി അവൾക്ക്? ഉള്ളിൽ നിറഞ്ഞ നോവോടെ കല്ലു നാരായണേട്ടനോട് ചോദിച്ചു. അലോഷിയും അയാളെ ഉറ്റുനോക്കുമായിരുന്നു. ഇപ്പൊ കുറച്ച് നാളായിട്ട് അങ്ങനെയാ, അധികം സംസാരിക്കില്ല. എന്നാൽ ഞാൻ ചെല്ലട്ടെ, നേരം ഒത്തിരിയായില്ലേ? വാടിയൊരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവരുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അയാൾ തിരിഞ്ഞു നടന്നു. കല്ലു അലോഷിയെ ഒന്ന് നോക്കി ലച്ചുവിന്റെ മുറിയിലേക്ക് ചെന്നു. ബെഡിൽ ഒരു വശം ചെരിഞ്ഞു കിടക്കുമായിരുന്നു ലച്ചു. കല്ലു അവളുടെ അടുത്ത് കിടന്നുകൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ചു. ലച്ചു, നീ പോയതിൽ പിന്നെ ഞാൻ ഒറ്റക്കായ പോലെ ആയിരുന്നു പെണ്ണെ. എവിടെയായിരുന്നു നീ ഇത്രയും നാളും? ശിവേട്ടൻ്റെ കാര്യം അറിഞ്ഞു? കല്ലു ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നെങ്കിലും അവളൊന്നും മിണ്ടാതെ അങ്ങനെ കിടന്നു. എന്തായാലും ശിവേട്ടൻ നാളെ തിരിച്ചെത്തും. അപ്പോൾ നീയില്ലാതെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമായിരുന്നു ഞാൻ. ഇപ്പം സമാധാനമായി, നീ വന്നല്ലോ. കല്ലു അവളോട് ചേർന്ന് കിടന്നുകൊണ്ട് പറഞ്ഞു. അപ്പോഴും കല്ലു പറഞ്ഞ വാക്കുകളിൽ കുരുങ്ങിക്കിടക്കുമായിരുന്നു അവൾ. ശിവേട്ടൻ നാളെ വരും. മനസ്സവനെ കാണാൻ തുടിക്കുമ്പോഴും ഉള്ളിലെവിടെയോ ഒരു ഭയം അവളെ പിടികൂടിയിരുന്നു. പിറ്റേന്ന് കാശിയും വക്കീലും നേരത്തെ തന്നെ റെഡിയായി ആശ്രമത്തിന്റെ മുന്നിലെ സ്റ്റോൺ ബെഞ്ചിൽ ഇരുപ്പുറപ്പിച്ചു. രാവിലെ ശിവനെ യത്നത്തെയും പോലെ ധ്യാനത്തിനായി സഞ്ജു കൊണ്ടുപോയിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ ബാഗും സാധനങ്ങളും വണ്ടിയിൽ വെച്ചവർ പരസ്പരം എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് തറവാട്ടിൽ നിന്നും അലോഷിയുടെ കോള് വരുന്നത്. ആരാടാ? കാശിയുടെ ഫോണിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് വക്കീൽ ചോദിച്ചു. അലോഷിയായിട്ടാ, അവൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഫോൺ ചെവിയോട് ചേർത്തു. ഹലോ അലോഷി. ഇല്ലടാ, വൈകും, ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ്. ആടാ, ഇറങ്ങുമ്പോൾ വിളിക്കാം. അല്ല ലച്ചുമോള്? ആണോ? അവളോട് പറഞ്ഞു. അല്ലെങ്കിൽ വേണ്ട, വരുമ്പോൾ കണ്ടാൽ മതി. ശരിയടാ, വിളിക്കാം. ദേ അവരെത്തി. അത് പറഞ്ഞവൻ ഫോൺ വെച്ചു. അപ്പോഴേക്കും ശിവനെയും കൂട്ടി സഞ്ജു എത്തിയിരുന്നു. പോട്ടെ സഞ്ജു? ശിവൻ ചിരിയോടെ ചോദിച്ചതും സഞ്ജു കണ്ണുകൾ നിറഞ്ഞിരുന്നു. അത് കണ്ടതും കാശിയുടെയും വക്കീലിൻ്റെയും ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. എന്തുപറ്റി സഞ്ജു? ശിവൻ വേവലാതിയോട് അവൻ്റെ തോളിൽ കൈ ചേർത്തുകൊണ്ട് ചോദിച്ചു. ഏയ് ഒന്നുമില്ലടാ. നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൻ പതിയെ പറഞ്ഞു. അല്ല, എന്തോ ഉണ്ട്. ശിവൻ അവനെ ചേർത്ത് പിടിച്ചു നെറ്റി ചുളിച്ചുകൊണ്ട് അവനെ നോക്കി. ഏയ്, അവനൊന്നുമില്ലെന്ന് പറഞ്ഞൊഴിഞ്ഞു മാറി. അത് വേറൊന്നും അല്ലടാ, നിന്നെ പിരിയുന്നതിനുള്ള സങ്കടം കൊണ്ടാ. വക്കീൽ ഒരു ചിരിയോടെ പറഞ്ഞതും സഞ്ജു പെട്ടെന്നൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. അതാണോ? ഞാൻ ഇടയ്ക്ക് വന്ന് കണ്ടോളാം സഞ്ജു, അല്ലെങ്കിൽ തനിക്കും എൻ്റെ തറവാട്ടിലേക്ക് വരാലോ. അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ശിവൻ പറഞ്ഞതും സഞ്ജു ആശ്വാസത്തോടെ ഒന്ന് ചിരിച്ചു. ഒടുവിൽ സഞ്ജുവിനോട് യാത്ര പറഞ്ഞവർ ചന്ദ്രബിംബത്തിലേക്ക് യാത്ര തിരിച്ചു. ഈ സമയം പകുതി കത്തിച്ച് നശിച്ച പൊളിഞ്ഞ കെട്ടിടത്തിലേക്ക് ജയനെയും വലിച്ചുകൊണ്ട് കറുത്ത നിറമുള്ള സാക്ഷാത് ലാബറഡോർ മുന്നോട്ടോടി. കത്തിച്ച് നശിച്ച വിശാലമായൊരു റൂമിൻ്റെ ഭാഗത്തേക്ക് എത്തി നായമൂക്കുകൊണ്ട് മണം പിടിക്കാൻ തുടങ്ങി. ശേഷം തിരിഞ്ഞു പുറത്തേക്കോടി. ആ മുറിയിൽ നിലത്തായി മുട്ടുകുത്തിയിരുന്ന് നിലത്ത് ചിതറിക്കിടന്ന കറുത്ത നിറമുള്ള കൊഴുത്ത ചോരപ്പാട് വിരൽ കൊണ്ട് തൊട്ട് മൂക്കിൽ ചേർത്ത് വെച്ച് മണത്ത് നോക്കുവായിരുന്നു സത്യദേവ്. ജയനെയും കൊണ്ട് നായ നേരെ ചെന്നത് നാരായണൻ ഉപേക്ഷിച്ച ലേഖയുടെ ജഡം മറവ് ചെയ്ത ഇടത്തേക്കായിരുന്നു. അവിടെ നിന്നും അവരുടെ കഴുത്തിൽ ചുറ്റിയിരുന്ന തോർത്തിലേക്ക് എത്തി നിന്നു. അന്ന് ബോഡി അവിടെ ഉപേക്ഷിക്കുമ്പോൾ കഴുത്തിൽ ചുറ്റിയിരുന്ന തോർത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞിരുന്നു നാരായണൻ. തെളിവ് നശിപ്പിക്കണമെന്ന പേരിൽ. പക്ഷെ ആരും ശ്രദ്ധിക്കാതിരുന്ന മറ്റൊരു ബോഡി ഉണ്ടായിരുന്നു അവിടെ. ജയൻ കണ്ണു കാണിച്ചതും കൂടെ നിന്ന് ജിതേഷ് അത് കയ്യിലെടുത്തു ചെറിയൊരു ഡിസ്പോസിബിൾ കവറിലേക്കിട്ടു. അപ്പോഴേക്കും സത്യയും ടീമും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. സർ, ഈ ടവൽ ഇവിടെ നിന്നും കിട്ടിയതാ. ജിതേഷ് അത് സത്യയെ ഏൽപ്പിച്ചു. അയാൾ ഒന്ന് മൂടിക്കൊണ്ട് അത് കയ്യിൽ വാങ്ങി അതിലേക്ക് സംശയത്തോടെ നോക്കി. ആ ബോഡിയിൽ മുറിവേൽപ്പിച്ചതെന്ന് തോന്നിക്കുന്ന കത്തിയുടെ അവശിഷ്ടങ്ങളും അവിടെ നിന്നും കിട്ടിയിരുന്നു. സത്യ അവരോടായി പറഞ്ഞു. എന്തായാലും ഇത് ഫോറൻസിക്സ് അയക്ക്. വിത്തിൻ ഹാഫ് അവർ ഐ നീഡ് ദ റിപ്പോർട്ട്. സത്യമേശ കടിച്ചുകൊണ്ട് ജിതേഷിനോടായി പറഞ്ഞു. അയാൾ അതും വാങ്ങി സല്യൂട്ട് അടിച്ചുകൊണ്ട് വേഗത്തിൽ നടന്നുപോയി. അതിനുശേഷം എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ സത്യ ജീപ്പിൽ കയറി ലേഖയുടെ തറവാട് ലക്ഷ്യമാക്കി പാഞ്ഞു. ശിവനെയും വഹിച്ചുള്ള കാശിയുടെ വാഹനം പകുതിയിലെത്തിയതും ബ്രേക്ക് ഡൗൺ ആയി.
പണ്ടാരം ബ്രേക്ക് ഡൗൺ ആവാൻ കണ്ട നേരം. കാശി മുഷ്ടി ചുരുട്ടിക്കൊണ്ട് സ്റ്റിയറിംഗിൽ ആഞ്ഞടിച്ച് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ എന്താടാ ചെയ്യാം? വക്കീൽ കാശിയോടായി ചോദിച്ചു. ഇവിടെ എവിടെയെങ്കിലും വർക്ക്ഷോപ്പ് ഉണ്ടോ എന്ന് നോക്കാം. കാശി അത് പറഞ്ഞ് ചുറ്റും കണ്ണോടിക്കാൻ തുടങ്ങി. ചേട്ടാ, ഇവിടെ എവിടെയെങ്കിലും വർക്ക്ഷോപ്പ് ഉണ്ടോ? വഴിയെ പോയൊരാളോടായി വക്കീൽ ചോദിച്ചു. കുറച്ചപ്പുറത്തായി ഒരെണ്ണമുണ്ട്. അയാൾ അത് പറഞ്ഞ് മുന്നോട്ട് നടന്നു. കാശിയും വക്കീലും ശിവനോട് പറഞ്ഞിട്ട് വർക്ക്ഷോപ്പിലേക്ക് നടന്നു. ശിവൻ കാറിൽ തന്നെ ഇരുന്നു. ഈ സമയം ലച്ചു അസ്വസ്ഥതയോടെ ബെഡിൽ ഒരു വശത്തായിരുന്നു. എന്തുകൊണ്ടോ ഉള്ളിൽ വല്ലാത്തൊരു ഭയം നിറഞ്ഞു നിന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. എന്താടി നീ ഇവിടെ ഇരിക്കുന്നേ? ഇന്ന് നിന്റെ ശിവേട്ടൻ വരുവല്ലേ? എന്നിട്ടൊരു സന്തോഷമില്ലല്ലോ. കല്ലു കളിയോടെ ചോദിച്ചുവെങ്കിലും ലച്ചു ഒന്നും മിണ്ടാതെ മറ്റെവിടെയോ നോക്കിയിരുന്നു. കല്ലൊന്ന് നെടുവേർപ്പിട്ടുകൊണ്ട് റൂമിൻ്റെ പുറത്തേക്ക് പോയി. ലച്ചു അവിടെ തന്നെ അതേ ഇരിപ്പ് തുടർന്നു. ലേഖയുടെ തറവാട്ടിലേക്ക് ചെന്ന ദേവ് അവിടെ ചുറ്റുപാടും നിരീക്ഷിച്ചു. ശേഷം ലേഖയെക്കുറിച്ച് വീട്ടുകാരുള്ള എല്ലാവരോടും ചോദിച്ചറിഞ്ഞു. അതിനോടൊപ്പം തന്നെ ശിവന്റെ അച്ഛൻ ശങ്കരൻ മിസ്സിംഗ് ആണെന്ന വാർത്തയും അറിഞ്ഞിരുന്നു. തിരിച്ചു പോവാൻ ഇരിങ്ങവേ ഫോറൻസിക്സ് ലാബിൽ നിന്നും ഫോൺ വന്നു. അല്പനേരം സംസാരിച്ച ശേഷം അവൻ ജീപ്പിൽ കയറി മുന്നോട്ട് കുതിച്ചു. ഈ സമയം വർക്ക്ഷോപ്പിൽ നിന്നും മെക്കാനിക്കിനെ വിളിച്ചുകൊണ്ട് വന്ന് കാശിയും വക്കീലേട്ടനും ചേർന്ന് കാർ റെഡിയാക്കി മുന്നോട്ട് പാഞ്ഞു. ശിവൻ ബാക്ക് സീറ്റിൽ ചാരി കണ്ണുകൾ അടച്ചിരിക്കുമായിരുന്നു. അവൻ്റെ ഉള്ളം അസ്വസ്ഥമായിരുന്നു. ലാബിൽ നിന്നും കിട്ടിയ റിപ്പോർട്ടിൽ നിന്നും കൊലപാതകി ഒരു പെൺകുട്ടിയാണെന്ന് തെളിഞ്ഞിരുന്നു. സംശയം തോന്നിയവരെയെല്ലാം ലേഖയുടെ ബന്ധുക്കളോട് ചോദിച്ചറിഞ്ഞു. കണ്ടെത്തി ചോദ്യം ചെയ്തിരുന്നുവെങ്കിലും അവരാരുമല്ലെന്ന് തെളിഞ്ഞിരുന്നു. ആകെ ഡിസ്റ്റർബായി നിന്ന സമയത്താണ് അവർ പറഞ്ഞു ശിവന്റെയും അവൻ്റെ ഭാര്യയുടെയും കാര്യം സത്യം ഓർത്തത്. അവൻ പെട്ടെന്ന് ഓർത്ത പോലെ ജയന് നേരെ തിരിഞ്ഞു. ജയേട്ടാ, ആ ശിവൻ എന്ന പയ്യന്റെ ഭാര്യയുടെ പേരെന്തായിരുന്നു? അവൻ ചോദിച്ചതും അയാൾ സംശയത്തോടെ അവനെ നോക്കി. കം. അയാൾ മറുപടി നൽകും മുൻപ് അയാൾ അവനെയും കൊണ്ട് വിളിച്ച് ജീപ്പിൽ കയറി പാഞ്ഞു. മുറ്റത്തൊരു വാഹനം പാഞ്ഞു വന്നതറിഞ്ഞ് കല്ലു പുറത്തേക്ക് വന്നു. ജീപ്പിൽ നിന്നും ഇറങ്ങിയ സത്യ അവൾ സംശയത്തോടെ നോക്കി. ശിവന്റെ വീടല്ലേ? അവൻ കല്ലുവിൻ്റെ നോട്ടം കണ്ടുകൊണ്ട് ചോദിച്ചു. അതെ, പക്ഷെ ഏട്ടനെ വിടില്ല. അവൾ പെട്ടെന്ന് മറുപടി നൽകി. ഓക്കെ. അയാളുടെ ഭാര്യ? അവൻ സംശയത്തോടെ ചോദിച്ചു. ഞാൻ വിളിക്കാം, കയറിയിരിക്കാം. അവൾ അത് പറഞ്ഞ് അകത്തേക്ക് പോയി. സത്യ ചുറ്റുപാട് നിരീക്ഷിക്കുമായിരുന്നു. പെട്ടെന്ന് പിന്നിൽ ഒരു കാൽപെരുമാറ്റം കേട്ടവൻ തിരിഞ്ഞു നോക്കി. ഇതാണ് ശിവേട്ടൻ്റെ ഭാര്യ, രുദ്രലക്ഷ്മി. കല്ലു പറയേ അവൻ ലച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കി. ലച്ചു അപ്പോഴും നിർവികാരമായി അവനെ നോക്കി നിൽക്കുമായിരുന്നു. എനിക്ക് ഇയാളോടൊന്ന് സംസാരിക്കണമായിരുന്നു. അവൻ പറഞ്ഞതും കല്ലു സംശയത്തോടെ അവനെ നോക്കി. ഐ ആം സത്യദേവ്, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്. അവരുടെ സംശയത്തോടെയുള്ള നോട്ടം കണ്ട് അവൻ ID കാർഡ് ഉയർത്തി കാട്ടിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടതും ലച്ചു ഞെട്ടലോടെ അവനെ നോക്കി. അതവൻ വ്യക്തമായി കാണുകയും ചെയ്തു. വരൂ. അവൻ അവളുമായി മുന്നോട്ട് നടന്നു. പിന്നാലെ ഉള്ളിൽ വിരിഞ്ഞ ഭയത്തോടെ അവളും. ശിവനുമായി കാശിയുടെ വാഹനം ചന്ദ്രബിംബത്തിന് മുന്നിൽ വന്നു നിന്നതും കല്ലു കരഞ്ഞുകൊണ്ട് കാറിനടുത്തേക്ക് ഓടിച്ചെന്നു. ഏട്ടാ, പ്ലീസ് ഒന്ന് പറയട്ടെ, നമ്മുടെ ലച്ചുവിനെ കൊണ്ടുപോവല്ലെന്നൊന്ന് പറയട്ടാ. ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങിയ കാശിയെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൾ കരഞ്ഞു പറഞ്ഞു. അവനൊന്നും മനസ്സിലാവാതെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നോക്കി. ലച്ചു എന്ന പേര് കേട്ടതും ശിവൻ പെട്ടെന്ന് പുറത്തേക്കിറങ്ങി. സത്യദേവിനൊപ്പം ജീപ്പിൽ കയറാൻ നിന്ന ലച്ചു അവരെ തിരിഞ്ഞു നോക്കി. താൻ കാണാൻ കൊതിച്ച തൻ്റെ പ്രിയപ്പെട്ടവൻ മുന്നിലെത്തിയിട്ടും ഒന്നും പറയാനോ ചെയ്യാനോ കഴിയാതെ നിർവികാരതയോടെ അവൾ നിന്നു. സർ, പ്ലീസ്, അതവളുടെ ഹസ്ബൻഡാണ്. ഒരുപാട് നാളിനു ശേഷം കാണുന്നതാണ്. ഒരു നിമിഷം അവരൊന്ന് സംസാരിച്ചോട്ടെ. വക്കീലേട്ടൻ സത്യയോട് റിക്വസ്റ്റ് ചെയ്തതും സത്യ അവളെ ഒന്ന് നോക്കി. ആ മുഖത്തെ ഭാവം തിരിച്ചറിയാൻ അവനായില്ല. ചെല്ല്, അവൻ പറഞ്ഞിട്ടും അവൾ ഒരടി പോലും ചലിക്കാതെ അതേ നിൽപ്പ് തുടർന്നു. ചെല്ല് മോളെ, നിന്റെ ശിവേട്ടനല്ലേ? കാശി അവളുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞതും അവൾ തലവിലങ്ങനെയാട്ടി സത്യയുടെ പിന്നിലേക്ക് നീങ്ങി നിന്നു. ഇല്ല, അറിയില്ല. എന്നെ അറിയില്ല ശിവേട്ടന്. എന്നെ ഓർമ്മയില്ല. ഞാൻ ശിവേട്ടൻ്റെ ആരുമല്ല. പോവാം. അവൾ സത്യയുടെ ഷട്ടിൽ തെരുത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ശിവൻ നടന്നവളുടെ അടുത്തേക്ക് ചെന്ന് അവൾ പിന്നിലേക്ക് നീങ്ങി. ലച്ചു. അവൻ്റെ ആർദ്രമായ വിളി കേട്ടവൾ മുഖം പൊത്തി പിന്നിലേക്ക് നീങ്ങി നിന്നു. അവൻ നിമിഷ നേരം കൊണ്ട് അവളെ വലിച്ച് നെഞ്ചോട് ചേർത്ത് ആഞ്ഞു പുണർന്നു. അപ്പോഴും അവൾ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്നു. ലച്ചു. അവളെ മുറുക്കെ പിടിച്ചുകൊണ്ട് ശിവൻ വീണ്ടും വിളിച്ചു. വേണ്ട, എന്നോട് മിണ്ടണ്ട. ഞാൻ ആരുമല്ല. ആരും എന്നെ അറിയില്ല ശിവേട്ടന്. കരഞ്ഞോണ്ട് പറയുന്നവളെ അവൻ വേദനയോടെ മുറുക്കെ പിടിച്ചു. ലച്ചു, ഇല്ലടാ, നീ എൻ്റെ പെണ്ണല്ലേ, എൻ്റെ മാത്രം പെണ്ണ്. എനിക്കറിയാം, എൻ്റെ ലച്ചുവിനെ എനിക്കറിയാം. എന്നെ തനിച്ചാക്കി പോവല്ലേ പെണ്ണെ, എനിക്കാരുമില്ലാതായി പോവും.
വേദനയോടെ ശിവൻ പറയവേ അവളുടെ കൈകൾ അവൻ്റെ ഷർട്ടിൽ അള്ളിപ്പിടിച്ചു. ശിവേട്ട, ക്ഷമിക്കെന്നോട്. ഞാൻ കൊന്നു അവരെ, ഞാൻ കൊന്നു. എനിക്കാരുമില്ലാണ്ടാക്കിയവരെ, എനിക്കെൻ്റെ ശിവേട്ടനെ നഷ്ടമാക്കിയവരെ ഞാൻ കൊന്നു. എന്നോട് പൊറുക്ക് ശിവേട്ട. അവൻ്റെ കയ്യിലൂടെ ഊർന്ന് കാലിൽ ചുറ്റി പിടിച്ച് കരയുന്നവളെ അവൻ തൂക്കിയെടുത്തുയർത്തി മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി. കണ്ടുനിന്നവരുടെ കണ്ണുകളും നിറഞ്ഞു തൂവിയിരുന്നു. ലച്ചുവിനെ കോടതിയിൽ ഹാജരാക്കി സത്യദേവ് ഒരു വശത്തായി നിന്നു. മറ്റുള്ളവരും അവിടെ ഓരോ വശത്തായി ഇരപ്പുറപ്പിച്ചിരുന്നു. ഓരോ വക്കീൽമാരും വന്ന് അവളോട് ഓരോന്ന് ചോദിച്ചെങ്കിലും അവർ ഒരു മറുപടിയും നൽകാതെ ശിവനെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു. അവൻ്റെ കണ്ണുകൾ ദയനീയമായി അവളോട് ഓരോ നിമിഷവും പറഞ്ഞത് എന്നെ തനിച്ചാക്കല്ലേ എന്നായിരുന്നു. ഒടുവിൽ ലേഖയുടെ മരണത്തിൻ്റെ ഉത്തരവാദി ലച്ചുവാണെന്ന് എതിർഭാഗം വക്കീൽ സംശയാതീതമായി തെളിയിച്ചതിൻ്റെ പേരിൽ ലച്ചുവിന് 5 വർഷത്തെ ശിക്ഷ കോടതി പ്രഖ്യാപിച്ചു. എങ്കിലും ശിവന്റെ അമ്മയുടെയും മുത്തശ്ശിയുടെയും കൊലപാതകത്തിൽ അവർക്കുള്ള പങ്ക് പ്രതിഭാഗം വക്കീൽ തെളിയിച്ചതിനാൽ ആ ശിക്ഷ 2 വർഷമാക്കി ചുരുക്കി കോടതി വിധി വന്നു. എല്ലാവരും കണ്ണീരോടെ നോക്കി നിന്നപ്പോൾ അവൾ മാത്രം പുഞ്ചിരിയോടെ അവനെ നോക്കി നിന്നിരുന്നു. 2 വർഷങ്ങൾക്ക് ശേഷം പൂജപ്പുര സെൻട്രൽ ജയിൽ മുന്നിൽ അക്ഷമരായി അവർ കാത്തുനിന്നു അവൾക്കായി, അവളുടെ വരവിനായി. ഒടുവിൽ ആ കാത്തുനിൽപ്പിന് വിരാമമിട്ടുകൊണ്ട് ജയിലിൻ്റെ വാതിൽ തുറക്കപ്പെട്ടു. അവരുടെ എല്ലാവരുടെയും കണ്ണുകൾ അവിടേക്ക് ചലിച്ചതും മുന്നിലേക്കൊരു നറുപുഞ്ചിരിയോടെ അവൾ വന്നു. രുദ്രലക്ഷ്മി. പുതിയൊരു പുനർജന്മത്തിലേക്ക് ശിവനും അവൻ്റെ ലച്ചുവും കാലെടുത്ത് വെക്കുന്നു എന്ന പോലെ ഒരിടിയോടെ മഴ ആത്തുലച്ചു പെയ്യാൻ തുടങ്ങി. ആ പെയ്തൊഴിയാറായ മഴയിൽ ആ ജയിലിന് പുറത്തെ മൈതാനത്തിൽ അവൻ്റെ നെഞ്ചോടൊട്ടി അവൾ നിന്നു. ശിവന്റെ മാത്രം രുദ്ര. ലച്ചു, ശിവേട്ട, പോയാലോ ചന്ദ്രബിംബത്തിലേക്ക്? പോവാം. ചിരിയോടെ അവൻ്റെ കയ്യും പിടിച്ച് അവൾ നടന്നു നീങ്ങി പുതിയൊരു ജീവിതത്തിലേക്ക്, പുതിയൊരു തുടക്കത്തിലേക്ക്. ഈ 2 വർഷത്തിനുള്ളിൽ തന്നെ ശിവന്റെ വാശിയിൽ അലോഷി കല്ലുവിൻ്റെ കഴുത്തിൽ മിന്നുകെട്ടിയിരുന്നു. കാശിക്ക് ഒരു പെൺകുട്ടിയെ കണ്ടുവച്ചിരുന്നു, ലക്ഷ്യ. അവളുമായി അവൻ്റെ നിശ്ചയവും നടത്തി. രമേശനിപ്പോൾ പഴയ പോലെയൊന്നുമല്ല. അത് നമ്മുടെ പിള്ളേരുടെ കലാവിരുത്. ആളിപ്പോൾ കല്യാണമൊക്കെ കഴിച്ച് അടങ്ങി ഒതുങ്ങി ജീവിക്കുവാണ്. ഇല്ലെങ്കിൽ പിള്ളേരുടെയും. പിന്നെ ഉള്ളത് വക്കീലാണ്. കല്യാണം വേണ്ട, നിത്യബ്രഹ്മചാരി ആയിക്കോളാം എന്നാണ് ആളിൻ്റെ തീരുമാനം. അങ്ങനെ എല്ലാവരും ഹാപ്പിയായി ജീവിക്കട്ടെ.